ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുദിനം തന്റെ കുരിശുമെടുത്ത് പരിത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശുനാഥൻ പറയുക. അനുദിനം. ആത്മീയ ജീവിതത്തിന് വിശ്രമമില്ല. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നാളെ ഇനി വേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചിന്തയില്ല. ഇന്ന് കുറേ കൊന്ത ചൊല്ലിയിട്ടുണ്ട്, നാളെ ഈ കൊന്ത കുറച്ചപ്പുറത്ത് വെച്ച് ഈ കറി അമ്മമാർ കറി സൂക്ഷിച്ച് വെക്കും, നാളത്തേക്ക് കുറച്ച് കറി സൂക്ഷിച്ച് വെക്കും. അതുപോലെ ആത്മീയ ജീവിതത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അനുദീനം എന്ന വാക്ക് നമ്മൾ ഉച്ചരിച്ച് അത് നമ്മൾ മറക്കാതിരിക്കുക. ഇന്ന് ഉറങ്ങാം. ഇന്നലെ ഞാൻ നന്നായിട്ട് ആരാധനയുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്, ഇന്ന് കുറച്ച് സമയം ഇരുന്ന് ഉറങ്ങിയാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നൊരു മനസ്സുണ്ടാകരുത്. അനുദിനം തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ യാത്ര ചെയ്യട്ടെ. നമ്മളൊരു വിശ്രമവുമില്ല. മരിക്കുന്നത് വരെ, ഈ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ പറ്റാത്തത് വരെ അനുദിനം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കൃപയിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോൾ നമ്മൾ റിലാക്സായ പിടുത്തം വിടുന്ന, എപ്പോഴാണ് ആ കൊമ്പിൽ നിന്ന് പിടുത്തം വിടുന്നത്? താഴെ വീഴൂട്ടോ. ഇത് ഏത് കൃപ നിറഞ്ഞവനായാലും ഏത് വ്യക്തിയായാലും എപ്പോഴാണ് ഞാൻ പിടുത്തം വിടുക? താഴെ വീഴിണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഉണർന്ന് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ഈ കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അനുദിനം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ വചനം പറയുന്നല്ലോ, അവർ ഉറങ്ങിയപ്പോഴാണ് വിളകൾക്കിടയിൽ കളകൾ അവർ പാകിയിട്ട് പോകുക. ഈ ഉറക്കത്തിൻ്റെ സമയം നമുക്കുണ്ടാകാതിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശ്രമമില്ലാതെ കൃപയിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം.